പുതിയ വത്തിക്കാൻ വിശേഷങ്ങളും വാർത്തകളും. എല്ലാ പ്രേക്ഷകർക്കും വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. ആഴ്ചയിലെ എല്ലാ ദിവസവും ഒരുപോലെയാണെങ്കിലും ചൊവ്വ മാർപ്പാപ്പമാർക്ക് അങ്ങനെയല്ല. മാർപ്പാപ്പമാർ വിശ്രമിക്കുന്ന ദിവസം എന്നതാണ് ചൊവ്വയുടെ പ്രത്യേകത. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ദൈവം പോലും വിശ്രമിച്ചു എന്നാണല്ലോ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വിശ്രമിച്ച ആ ദിവസം ഞായർ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അന്നേ ദിവസം നമ്മൾ അവധി ആചരിക്കുന്നത്. എന്നാൽ മാർപ്പാപ്പമാരെ സംബന്ധിച്ചിടത്തോളം ഞായർ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മാർപ്പാപ്പമാരെ സംബന്ധിച്ചു മാത്രമല്ല, വൈദികരെ സംബന്ധിച്ചെല്ലാം അന്നേ ദിവസം വളരെ തിരക്ക് പിടിച്ചതാണല്ലോ. ആഴ്ചയിലെ മറ്റെല്ലാ ദിവസങ്ങളും നിരവധി കൂടിക്കാഴ്ചകളും പ്രോഗ്രാമുകളുമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിലും ചൊവ്വാഴ്ചകളിൽ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടാവാറില്ല. ആൾക്കൂട്ടങ്ങളിൽ നിന്ന് അകന്ന് മാർപ്പാപ്പമാർ തങ്ങളുടെ സ്വകാര്യതകളിൽ ചെലവഴിക്കുന്ന ദിവസമാണ് ചൊവ്വ. ലയോ 14 പാപ്പയുടെ സഹോദരന്റെ വാക്കുകൾ കടമെടുത്തു പറയുകയാണെങ്കിൽ, പാപ്പമാർ ഔദ്യോഗിക വേഷവിധാനങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന ദിവസം. ബെനഡിക്ട് 16 പാപ്പ ആ ദിവസം വായനയ്ക്കും തിയോളജിക്കൽ ധ്യാനത്തിനും വേണ്ടി ചെലവഴിക്കുകയായിരുന്നു പതിവ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടർച്ചയായി ചൊവ്വാഴ്ചകളിൽ വിശ്രമിച്ചിരുന്നില്ല. മീറ്റിങ്ങുകളും യാത്രകളും അധികം തിരക്ക് കൂട്ടാത്ത വിധത്തിൽ ക്രമീകരിക്കുന്നതിലായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് വിശ്രമിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു താനും. കായിക താരവും പ്രകൃതി സ്നേഹിയുമായ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ തൻ്റെ തിരക്കുകൾക്കിടയിൽ അപൂർവമായി ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. 1997 മുതൽ 2005 വരെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സെക്രട്ടറിയായിരുന്ന നിലവിലെ ഉക്രൈൻ ലിവിയിലെ ആർച്ച് ബിഷപ്പ് മിക്സിസ്ലോ മോക്രിസിക്കി ജോൺ പോൾ 2 പാപ്പയുടെ സ്വകാര്യ ജീവിതം അനാവരണം ചെയ്യുന്ന പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര് തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ട ചൊവ്വാഴ്ചകൾ എന്നാണ്. വായനയും സൗഹൃദ കൂടിക്കാഴ്ചകളും നിറഞ്ഞ വിലയേറിയ വിശ്രമ ദിനമായിരുന്നു പാപ്പയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ചയെന്ന് ആർച്ച് ബിഷപ്പ് മോക്രിസിക്കി പുസ്തകത്തിൽ വിവരിക്കുന്നു. പോളണ്ടിൽ നിന്ന് അന്നേ ദിവസം സുഹൃത്തുക്കൾ പാപ്പയെ സന്ദർശിക്കാറുമുണ്ടായിരുന്നു. ജോൺ പോൾ 2 പാപ്പ ആരോഗ്യവാനായിരുന്നപ്പോൾ മെൻഡോറെല്ല ദേവാലയം അദ്ദേഹം അവധി ദിവസങ്ങളിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. കൂടുതൽ ഊർജം കൈവരിക്കാനുള്ള മാർഗം കൂടിയായിരുന്നു ചൊവ്വാഴ്ചകളിൽ ഇവിടേക്കുള്ള സന്ദർശനങ്ങൾ. ചിലപ്പോൾ സ്വന്തം സെക്രട്ടറിയെ പോലും മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു പാപ്പ ഈ യാത്രകൾ നടത്തിയിരുന്നത്. മാർപ്പാപ്പയായ തുടക്കകാലത്ത് സ്പോർട്സ് പ്രേമി കൂടിയായിരുന്ന അദ്ദേഹം കായിക വിനോദത്തിനുള്ള അവസരമായി ഈ ദിനത്തെ മാറ്റിയിട്ടുണ്ട്. സ്കീയിങ് പോലെയുള്ള വിനോദങ്ങളിലായിരുന്നു പാപ്പ ഏർപ്പെട്ടിരുന്നത്. ചൊവ്വാഴ്ചയെ കൂടുതൽ ആഘോഷമാക്കിയിരുന്നത് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയായിരുന്നുവെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ജപമാല മാസത്തിലൂടെ കടന്നുപോകുമ്പോൾ ജപമാല സംബന്ധമായ ചില വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാം. 1569 പയസ് 5 പാപ്പയാണ് കത്തോലിക്ക സഭയിൽ ജപമാല ഭക്തി ആദ്യമായി ഔദ്യോഗികമായി ആരംഭിച്ചത്. കൺസുവറന്റ് റൊമാനി പോന്തിഫിസസ് എന്ന പേപ്പൽ ബൂള വഴിയായിരുന്നു ജപമാല സ്ഥാപനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. റോസറി പോപ്പ് എന്നറിയപ്പെട്ടിരുന്ന ഒരു പാപ്പ നമുക്കുണ്ടായിരുന്നു. ലയോ പാപ്പയുടെ നാമധാരി കൂടിയായ ലയോ 13 പാപ്പ. ജപമാലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടും ജപമാലയിലൂടെ മരിയഭക്തി പ്രചരിപ്പിച്ചുകൊണ്ടും അദ്ദേഹം 11 ചാക്രിക ലേഖനങ്ങളാണ് പുറപ്പെടുവിച്ചത്. മാത്രവുമല്ല, ലുത്തിനിയായിൽ ജപമാലയുടെ രാജ്ഞി എന്ന സംബോധന കൂട്ടിച്ചേർത്തതും അദ്ദേഹമായിരുന്നു. ലയോ 13 പാപ്പയാണ് 1884 ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചത്. ജപമാലയിൽ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത് 2002 ഒക്ടോബർ 16 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായ ലൗദാത്തോ സിയുടെ 10ാം വാർഷികം കാസിൽ ഗുണ്ടോൾഫിൽ ആഘോഷിച്ചു. പ്രതീക്ഷകൾ ഉണർത്തുക എന്ന് പേരിട്ട പരിപാടിയിൽ ലയോ 14 പാപ്പ പങ്കെടുത്തു. ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും പരിസ്ഥിതിയുടെ പരിപാലനത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടാൻ ലൗദാത്തോ സിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. നമ്മുടെ പൊതുഭവനമായ ഭൂമി എന്ന ചാക്രിക ലേഖനത്തിലെ പ്രയോഗം ലോകത്ത് ഏറെ വ്യാപിച്ചിട്ടുണ്ടെന്നും ലയോ പാപ്പ പറഞ്ഞു. ലൗദാത്തോ സി പ്രസ്ഥാനം സംഘടിപ്പിച്ച പ്രതീക്ഷകൾ ഉണർത്തുക എന്ന സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രകൃതി സംരക്ഷണ സംഘടനകളുടെ സ്ഥാപകരും പ്രതിനിധികളും പങ്കെടുത്തു. ഇനി ലയോ 14 പാപ്പയുടെ നാമധാരിയും
മുൻഗാമിയുമായ പോപ്പ് ലയോ അഞ്ചാമൻ പാപ്പയെക്കുറിച്ച് പറയാം. വളരെ കുറഞ്ഞ കാലം മാത്രം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായിരുന്ന മാർപ്പാപ്പയാണ് ലയോ അഞ്ചാമൻ പാപ്പ. 903 മാർപ്പാപ്പയായെങ്കിലും കൃത്യമായ തീയതിയൊന്നും ലഭ്യമല്ല. ബെനഡിക്ട് 4 പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് ലയോ അഞ്ചാമൻ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാർപ്പാപ്പയാകുമ്പോൾ അദ്ദേഹം കർദിനാൾ ആയിരുന്നില്ല, പുരോഹിതൻ മാത്രമായിരുന്നുവെന്ന പ്രത്യേകതയുണ്ട്. ക്രിസ്തുമസിന് ഇനിയും മാസങ്ങളുണ്ടെങ്കിലും വത്തിക്കാനിൽ ക്രിസ്തുമസ് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതു സംബന്ധിച്ച ആദ്യ റിപ്പോർട്ട് വത്തിക്കാൻ സംസ്ഥാന ഭരണകാര്യാലയം ഒക്ടോബർ 3 പുറപ്പെടുവിച്ചു. വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അങ്കണത്തിൽ വയ്ക്കാനുള്ള ക്രിസ്തുമസ് മരമായ സരളവൃക്ഷം വത്തിക്കാന് സംഭാവന ചെയ്യുന്നത് ഇത്തവണ ഇറ്റലിയിലെ ബൊൾസ്ലാനോ സ്വയംഭരണ പ്രവിശ്യയിൽപ്പെട്ട ലഗൂന്തോ, ഉൾത്തീമോ നഗരസഭകളാണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ള പുൽക്കൂട് സംഭാവന ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറ് ഇറ്റലിയിലെ സലേർണോ പ്രവിശ്യയും നൊച്ചെറ ഇൻഫെറിയോറെ സാർണോ രൂപതയും ചേർന്നാണ്. പോൾ 6 ഹാളിൽ വയ്ക്കുന്ന പുൽക്കൂട് കോസ്റ്ററിക്കയിൽ നിന്നായിരിക്കും. ഇത്തവണത്തെ വത്തിക്കാനിലെ ക്രിസ്തുമസിന് ഒരു പ്രത്യേകതയുണ്ട്. ലയോ 14 പാപ്പയുടെ ആദ്യത്തെ ക്രിസ്തുമസാണ് ഈ വർഷത്തേത്. പോയ വാരത്തിൽ ലയോ 14 പാപ്പയെ സന്ദർശിച്ച പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. കുടിയേറ്റത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആമി, സ്വിറ്റ്സർലൻഡിന്റെ പ്രസിഡന്റ് കെറിൻ കെല്ലർ എന്നിവരാണ് കഴിഞ്ഞ ആഴ്ചയിൽ പാപ്പയെ സന്ദർശിച്ച പ്രമുഖരുടെ പട്ടികയിലുള്ളത്. കഴിഞ്ഞ ആഴ്ച ലയോ 14 പാപ്പ പങ്കെടുത്ത സവിശേഷമായ ഒരു ചടങ്ങായിരുന്നു പുതുതായി അംഗങ്ങളായ സ്വിസ് ഗാർഡുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ്. 1968 പോൾ 6 പാപ്പയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു മാർപ്പാപ്പ സ്വിസ് ഗാർഡുകളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വത്തിക്കാനിലെ സാന്റമാസോ കോർട്ട്യാർഡിലാണ് സ്ഥാനാരോഹണം നടന്നത്. പുതിയതായി 27 പേരാണ് സ്വിസ് ഗാർഡിൽ അംഗങ്ങളായിരിക്കുന്നത്. സാധാരണയായി പുതിയ സ്വിസ് ഗാർഡുകൾ മെയ് 6 തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് പാപ്പയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇത്തവണ ലയോ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് നടന്ന സമയമായതിനാൽ അത് മാറ്റിവെക്കുകയായിരുന്നു. പുതിയ സ്വിസ് ഗാർഡുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ലയോ പാപ്പ അപ്പസ്തോലിക് പാലസിൽ വെച്ച് കണ്ടുമുട്ടി. സുവിശേഷത്തോടും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടും വിശ്വസ്തത പുലർത്താൻ പാപ്പ സ്വിസ് ഗാർഡുകളെ ആഹ്വാനം ചെയ്തു. ലയോ 14 പാപ്പയുടെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനം ദിലേസ്കിത്തെ ഒക്ടോബർ 9 വത്തിക്കാന്റെ വാർത്താ കാര്യാലയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദി ലെക്സറ്റ് നോസ് എന്ന പേരിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് ലയോ പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ശീർഷകമെന്നത് ശ്രദ്ധേയമാണ്. ദിലെക്സ്തെ എന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നാണ് അർത്ഥം. ദിലെക്സറ്റ് നോസ് എന്നാൽ അവൻ നമ്മെ സ്നേഹിച്ചു എന്നും. ദരിദ്രരുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതിനെ കുറിച്ചാണ് പാപ്പ തന്റെ ആദ്യ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് വത്തിക്കാൻ നൽകിയ സൂചന. ഒരേ സമയം വാർദ്ധക്യം സമ്മാനവും വെല്ലുവിളിയുമാണെന്ന ലയോ 14 പാപ്പ ഡിക്കാസ്ട്രി ഫോർ ദ ലെയ്റ്റി ദ ഫാമിലി ആൻഡ് ലൈഫ് സംഘടിപ്പിച്ച വൃദ്ധരുടെ പാസ്റ്ററൽ കെയറിനെ കുറിച്ചുള്ള 2ാമത് ഇന്റർനാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. നിങ്ങളുടെ വൃദ്ധർ സ്വപ്നങ്ങൾ കാണും എന്ന ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വരിയായിരുന്നു സമ്മേളനത്തിന്റെ കേന്ദ്ര പ്രമേയം. പാപ്പ പറഞ്ഞ പ്രസംഗത്തിലെ സന്ദേശത്തെ ഇപ്രകാരം ക്രോഡീകരിക്കാം: വൃദ്ധർ സുവിശേഷ പ്രഘോഷകരാണ്. ദീർഘായുസ് ദൈവാനുഗ്രഹമാണ്. ഏകാന്തതയാണ് വൃദ്ധരുടെ ശത്രു. ആരും ഉപേക്ഷിക്കപ്പെട്ടവരല്ല, ആരും പ്രയോജനരഹിതരുമല്ല. ഈ വെല്ലുവിളി വൃദ്ധർക്ക് മാത്രമല്ല, യുവജനങ്ങൾക്കും ബാധകമാണ്, പാപ്പ സമ്മേളനത്തിൽ പറഞ്ഞു. മാർത്ത പെട്രീഷ്യ മോളിനയുടെ നിക്കരാഗ്വ പീഡിപ്പിക്കപ്പെട്ട സഭ എന്ന റിപ്പോർട്ട് ലയോ 14 പാപ്പയ്ക്ക് നൽകി. പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറിലോയുടെയും സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ നിക്കരാഗ്വയിലെ കത്തോലിക്ക സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും സുദീർഘമായ റിപ്പോർട്ടാണ് ഇത്. 16,500-ലധികം പ്രദക്ഷിണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിനെക്കുറിച്ചും സഭയ്ക്കും വിശ്വാസികൾക്കും നേരെ നടന്ന 1000-ലധികം ആക്രമണങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആക്ടിവിസ്റ്റ് മുറിയൽ സാനസ് ആണ് പാപ്പയ്ക്ക് തന്റെ സുഹൃത്തിന്റെ ഈ റിപ്പോർട്ട് കൈമാറിയത്. 1980-കളിൽ നിക്കരാഗ്വയിലെ സ്വേച്ഛാധിഭരണത്തിൽ നിന്ന് പലായനം ചെയ്ത് ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുകയും കുടിയേറ്റക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന മുറിയൽ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും കുറിച്ചുള്ള വത്തിക്കാൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ്
പാപ്പയ്ക്ക് റിപ്പോർട്ട് കൈമാറിയത്. സുഹൃത്ത് വഴി ഈ റിപ്പോർട്ട് പാപ്പയ്ക്ക് കൈമാറാൻ സാധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും മെത്രാന്മാരെയും പുരോഹിതരെയും സാധാരണക്കാരെയും സ്വേച്ഛാധിപത്യ ഭരണകൂടം പീഡിപ്പിച്ചതിന്റെ വിവരണമാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നും ഇത് കത്തോലിക്ക സഭയുടെയും നിക്കോരാഗ്വ ജനതയുടെയും ജീവിതത്തിന്റെ പ്രതിഫലനമാണെന്നും മോളിന പ്രതികരിച്ചു. ലോകത്ത് യഹൂദ വിരോധം വർദ്ധിച്ചു വരുന്നതിൽ താൻ ആശങ്കാകുലനാണെന്ന് ലിയോ മാർപ്പാപ്പ. ഇന്നലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആഞ്ചലസ് പ്രേയറിന് മുമ്പ് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ തന്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചത്. ഈയടുത്ത് മാഞ്ചസ്റ്ററിൽ നടന്ന ഭീകരാക്രമണത്തെയും പാപ്പ പരാമർശിച്ചു. ഗാസയിൽ പലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച പാപ്പ ഫിലിപ്പൈൻസിലെ ഭൂകമ്പത്തിന്റെ ഇരകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനും നീതിയുക്തവും നിലനിൽക്കുന്നതുമായ ഒരു സമാധാനത്തിലേക്ക് നയിക്കാനും പ്രാർത്ഥനയിൽ ഐക്യപ്പെടാനും അദ്ദേഹം വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെയും സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെയും സഹകരണത്തോടെ ഒക്ടോബർ 4-5 തീയതികളിലായി മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും ജൂബിലി വത്തിക്കാനിൽ ആഘോഷിച്ചു. കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ജൂബിലിയിൽ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പയുടെ പൊതു കൂടിക്കാഴ്ച സമ്മേളനത്തോടു കൂടിയാണ് ജൂബിലിക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5 വരെ മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജൂബിലിയിൽ പങ്കെടുത്ത തീർത്ഥാടകർക്ക് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധവാതിൽ കടക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. വിവിധ ഭാഷകളിലുള്ള വിശുദ്ധ കുർബാനകൾ, അന്താരാഷ്ട്ര മിഷനറി ജപമാല എന്നിവയെല്ലാം ജൂബിലി ആഘോഷത്തിന്റെ പ്രത്യേകതകളായിരുന്നു. ജനതകളുടെ ആഘോഷം എന്ന പേരിലാണ് കലാപരിപാടികൾ നടന്നത്. ജൂബിലി എന്നത് സകലതും പുതുതായി ആരംഭിക്കാൻ കഴിയും വിധം നമ്മുടെ ഹൃദയങ്ങൾക്ക് ക്ഷമയും കരുണയും കണ്ടെത്താൻ സാധിക്കുന്ന ഉറച്ച പ്രത്യാശയുടെ സമയമാണെന്ന് ലിയോ പാപ്പ തീർത്ഥാടകരോട് പറഞ്ഞു. തന്നെയും ധനത്തെയും സേവിക്കാതെ ദൈവരാജ്യത്തിനും ദൈവത്തിന്റെ നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സഭയ്ക്കു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. വിവിധ മതവിശ്വാസികൾ തമ്മിൽ സമാധാനത്തിലും നീതിയിലും മനുഷ്യ സാഹോദര്യത്തിലും സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നതിനു വേണ്ടിയുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ലിയോ പൊന്നലമൻ പാപ്പ. ഒക്ടോബർ മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായി ലിയോ പാപ്പ സമർപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യമാണ്. ധ്രുവീകരണത്തിന്റെയും ആഗോള സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പാപ്പ ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മതാന്തര യാത്രയിൽ നിരവധി നാഴികക്കല്ലുകൾ ഇതിനകം സ്ഥാപിക്കാൻ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചരിത്രപരമായ ഈ യാത്രയിൽ നിർണായകമായ ആദ്യ നാഴികക്കല്ല് സ്ഥാപിച്ചത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1986 അസീസിയിൽ വിളിച്ചു ചേർത്ത മതാന്തര സമ്മേളനമായിരുന്നു. 2010 ബെനഡിക്ട് 16 പാപ്പ റോമിലെ സിനഗോഗ് സന്ദർശിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പ 2019 അബുദാബിയിൽ വെച്ച് മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചുള്ള രേഖയിൽ ഒപ്പുവെച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബഹ്റൈന്റെ കിരീടാവകാശി സൽമാൻ ബിൻ രാജാവ് ലിയോ പാപ്പയെ കഴിഞ്ഞയാഴ്ച സന്ദർശിച്ചത്. വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. മത സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു. സഹവർത്തിത്വം, സഹിഷ്ണുത, അനുകമ്പ, സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലും വിശ്വാസങ്ങൾക്കിടയിൽ മതപരമായ ധാരണയും ഐക്യദാർഢ്യവും വളർത്തുന്നതിലും ലിയോ പാപ്പ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും രാജാവ് സംസാരിച്ചു. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം.